ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അയ്യോ, ഇങ്ങനെയൊന്നും എടുക്കാൻ എനിക്ക് അറിയത്തില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് അമ്പലം വരെ ഒന്ന് പോവാണ്. അപ്പം വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, തൊഴാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ തൊഴാൻ വേണ്ടിയിട്ടാണല്ലോ അമ്പലത്തിൽ പോകുന്നത്. സോ ഇവിടുന്ന് ഇപ്പം തന്നെ സമയം 9:30 ആയിട്ടുണ്ട്. അമ്പലമാണെങ്കിൽ 10:30 വരെ അമ്പലം ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ധൃതി വെച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സോ അങ്ങോട്ട് നമുക്ക് പോവാം. ഓൾറെഡി 9:30 ആയി ഇറങ്ങിയപ്പം. 10:30 വരെയുള്ള അമ്പലം നടക്കാനുണ്ട്. പെട്ടെന്ന് പോവാണ്. പക്ഷേ ഇത് പോകുന്ന ഇതെന്ന് പറഞ്ഞാൽ കയറ്റ് ഇറക്കം എല്ലാം ഉണ്ട്. പക്ഷെ അമ്പലം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ആ ഒരു എന്താ പറയുന്നത്, പണ്ടത്തെ ഒരു വൈബില്ലേ, അതാണ് കിട്ടുന്നത്. ഐ മീൻ ആ പ്രകൃതി ഭംഗിയൊക്കെ കറക്റ്റ് പക്ക പണ്ടത്തെ ഒരു അമ്പലം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പം അതിൽ ഫ്രണ്ടിൽ മറ്റേ ഗോപുരം പോലെയൊക്കെ പിടിപ്പിച്ച് മോഡേൺ ടച്ച് വരുത്തിയിട്ടുണ്ടെങ്കിലും സെറ്റപ്പാണ് കാണാൻ. നല്ല അടിപൊളിയാണ്. ഇന്നലെ രാത്രിയിലെ ഞാൻ അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു, അമ്മ വരുന്നുണ്ടോ? അപ്പം അമ്മ പറഞ്ഞു അമ്മയും പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നെന്ന്. അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടെയാണ് കേട്ടോ അമ്പലത്തിൽ വന്നത്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ കുറച്ച് പരിചയക്കാരെയൊക്കെ കണ്ടുകൊണ്ട് അമ്മ അവരുടെ കൂടെ അങ്ങ് പോയി. അപ്പം ഞാൻ തന്നെയാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഇറക്കമാണ്. ഇത് കഴിഞ്ഞിട്ടൊരു കയറ്റമുണ്ട്. ആ കയറ്റം കൂടെ കയറണം. അവിടെയാണ് കുറച്ച് പാട് വരുന്നത്. പിന്നെ നമുക്ക് കഞ്ഞിയുണ്ട് കേട്ടോ ഇവിടെ അമ്പലത്തിൽ. ഏത് ദിവസം വന്നാലും നമുക്കവിടെ കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ കാണും. അതുകൊണ്ട് തളർന്ന് ചെന്നിട്ട് നല്ല എനർജി ആയിട്ട് തിരിച്ചു വരാം. എപ്പോഴും ഇങ്ങനെ ഞാൻ എന്താ പറയുന്നത്, കുഞ്ഞിലേ തൊട്ട് എപ്പോഴും ഇങ്ങനെ അമ്പലം വൈബ് അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ശീലിച്ചല്ല. കുഞ്ഞിലേ തൊട്ട് എപ്പോഴും ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. ഇപ്പം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ 3:45 3:30 ആകും. 3:45 അല്ലെങ്കിൽ 4:30 ആകുമ്പോൾ വീട്ടിലെത്തിയ ഉടനെ 5 മണിക്കാണല്ലോ അമ്പലം തുറക്കുന്നത്. അപ്പം നമ്മൾ കുളിച്ച് അമ്പലത്തിൽ പോകും. പിന്നെ അന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഏകദേശം ഒരേ ഏജാണ്. ഞാനും എൻ്റെ ചേട്ടനും പിന്നെ അവന്മാർ, ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ നേരത്തെ പോകും. അമ്പലം തുറക്കുന്നതിന് മുന്നേ പോയിട്ട് എന്താ പറയുന്നത്, അപ്പോൾ അവിടുത്തെ ആ തിരുമേനിയൊക്കെ ആണെങ്കിൽ നമ്മളോട് പറയും, ഈ മറ്റേ ചുറ്റുവിളക്ക് കത്തിക്കത്തില്ലേ, അങ്ങനെ കത്തിച്ചേരാതെ അത് കത്തിക്കാനൊക്കെ പറയും. അങ്ങനെ നമ്മളാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് പണ്ട് ചുറ്റുവിളക്കൊക്കെ കത്തിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയെല്ലാം കത്തിച്ച് മൊത്തം ഇടുന്ന ഡ്രസ്സിലൊക്കെ മറ്റേ എണ്ണയുടെ ഇതും കരിയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ വരുന്നത്. പക്ഷെ അന്ന് അതൊക്കെ ഒരു എന്താ പറയുന്നത്, നല്ലൊരു രസമായിരുന്നു. പക്ഷേ ഒരു ഏജ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴാണെങ്കിലും നമുക്ക് നേരത്തെ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം അവിടെ ഉള്ളവരെല്ലാം പരിചയക്കാരാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ നേരത്തെ പോയാലും അവിടെ പോയിട്ട് നമുക്കിത് കത്തിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെ നമ്മളൊരു എന്താ പറയുന്നത്, നമ്മളായിട്ട് തന്നെ വേണ്ട. ഗൈസ്, ഈ കാണുന്നൊരു വഴിയാണ് നമ്മൾ അമ്പലത്തിലോട്ട് കയറി ചെല്ലുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആരും ഇല്ലാതെ നമുക്ക് പോയി നൈസായിട്ട് വ്ളോഗൊക്കെ എടുക്കാം. അതാകുമ്പോൾ ആരുടെ ഒച്ചയൊന്നും കേൾക്കത്തില്ലല്ലോ. വന്നപ്പോഴേ മൊത്തം ആൾക്കാരാണ്. എന്ത് ചെയ്യാനാ, ഇതാണോ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ എല്ലാം ഓണത്തുമ്പി നടപ്പുണ്ട്. ഇപ്പം അതിന് വംശനാശം വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഇഷ്ടം പോലെ ഓണത്തുമ്പിയുണ്ട്, ഇഷ്ടം പോലെ. ഗൈസ്, ഇതുണ്ടോ, അത് പറപ്പയാണ്, ഓണത്തുമ്പിയല്ല, അത് ഓണപ്പറപ്പയാണ് ഗൈസ്, ഓണത്തുമ്പിയാണ്. ഒരിടയ്ക്ക് ഇതിനെ കാണാനേ ഇല്ലായിരുന്നു. ഭയങ്കര വംശനാശം വന്നെന്നൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു വംശനാശം വന്നിട്ടില്ല, ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഓണപ്പറപ്പേനെയും കണ്ടു. അങ്ങനെ ഇതാണ് അമ്പലം എത്തിയിട്ടുണ്ട്. ഞാൻ പറയാം, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറയാം അമ്പലത്തിനെ പറ്റി. പക്ഷെ അമ്പലത്തിനെ പറ്റി എനിക്കങ്ങനെ പറയാനൊന്നും അറിയത്തില്ല. എന്നാലും അവിടെ എന്നാ ഇവിടെ എന്നാ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു സൈഡ് വശം. ഇതാണ് കഞ്ഞിപ്പുര. ഇപ്പം ഇതുവഴി ഇങ്ങനെ കയറണം. ഇത് താഴത്തെ അമ്പലമാണ്. ഇതിൻ്റെ കരോട്ട് വേറൊരു അമ്പലമുണ്ട്, ദേ അവിടെ. ഇതാണ് ബ്യൂട്ടി ഗൈസ്. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം കരോട്ടെ അമ്പലത്തിൽ പോയിട്ട് അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരാം. ഇതാണെങ്കിൽ മഞ്ചാടിയുടെ മരമാണ് കേട്ടോ, മഞ്ചാടി മരം. ഇവിടെ ഇഷ്ടംപോലെ. ഇന്ന് ഞാനത് പിറക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നു. ഞങ്ങൾ ഉത്സവത്തിനൊക്കെ വരുമ്പോഴത്തേനും ഞാൻ കുറേ പിറക്കി വീട്ടിലൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഇന്ന് മഞ്ചാടിയൊന്നും ഇല്ല. അപ്പം നമുക്കങ്ങ് തൊഴാൻ വേണ്ടിയിട്ട് കയറാം.
ഗൈസ് അങ്ങനെ നമ്മളിത് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്, ഇത് ദേവീക്ഷേത്രമാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് മഹാദേവൻ്റെ. അപ്പം മഹാദേവനെ തൊഴുത്തിട്ട് മകനെ കണ്ടിട്ട് അമ്മയെ കാണുക എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ തൊഴേണ്ടത്. അപ്പം നമുക്കിന്ന് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയില്ല, നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതാണ് മഹാകാളിപ്പാറ, നമ്മളിത് അയ്യപ്പൻ്റെ അമ്പലമാണ്. ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു സംഭവം കിട്ടിയിരിക്കുന്നുണ്ട്. അത് ഈയിടയ്ക്ക് പണിതാണ്, അധിക നാളായില്ല. ഇതാണ് പിന്നെ ഈ ഒരു അമ്പലത്തിൽ ഒത്തിരി ആൾക്കാർ വരും എന്ന് പറഞ്ഞാൽ താഴത്തെ അമ്പലത്തിൽ ഇപ്പം ആൾക്കാരുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ നമ്മുടെ ആ ഏരിയയിലുള്ളവരായിരിക്കും കുറച്ച് കൂടുതൽ വരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തോട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ തൊഴാൻ വേണ്ടിയിട്ട് വരും. പിന്നെ ഇപ്പോൾ ഈ ഒരു പുല്ലൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുകയാണല്ലോ, ഇതൊന്നും അല്ലാതെ ഇതൊക്കെ ഡ്രൈ ആയി കഴിയുമ്പം ഇവിടെ മറ്റേ പോച്ച ഒരു സാധനമില്ല ഇങ്ങനെ കയ്യൊക്കെ ഉള്ളുന്നത്, അതൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കും, നല്ല രസം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ തൊഴുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ തന്നെ ഇല്ലുള്ളൂ. അതുകൊണ്ട് നമുക്ക് അമ്പലത്തിലോട്ട് കയറാം. എന്ത് പീസ്ഫുള്ളാണ്. നമ്മൾ ഈ അമ്പലത്തിലോട്ട് കയറില്ല, ജസ്റ്റ് ഇവിടെ വന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹൈ പീസ്ഫുള്ളാണ്. ഇത് കണ്ടോ, ഈ ഒരു സ്ഥലമൊക്കെ കണ്ടോ, ഇങ്ങനെ റിഗിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഫോട്ടോസ് എടുത്തു തരാൻ ആരുമില്ല, ചേട്ടനും വന്നിട്ടില്ല. ചേട്ടൻ ഇന്ന് വർക്കിന് പോകണമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഒരു രക്ഷയില്ല. ഇവിടെ ഇപ്പം അമ്മ ഫോട്ടോ എടുക്കും, പക്ഷെ അമ്മ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ തല കാണത്തില്ല, ചിലപ്പോൾ എൻ്റെ കൈ കാണത്തില്ല. അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചിട്ട് എനിക്കൊരു ഫോട്ടോഷൂട്ട് എടുക്കണം, സൂൺ ഉടനെ ഉണ്ടാകും, ഒപ്പിക്കണം എനിക്ക്. എന്താ അപ്പോൾ ഇനി ഞാനൊന്ന് സമാധാനമായിട്ട് തൊഴുത്തിട്ട് ഇവിടെ കാണിച്ചു തരാം. വഴിയിൽ കൂടെയാണ് പോകുന്നത്, അതുവഴി പോകാൻ കാട് പിടിച്ച് കിടക്കാണ്. പക്ഷേ ഇവിടെ ഇതുണ്ടോ, ടൈലൊക്കെ ഇട്ടൊരു വഴിയുണ്ട്, ഇതിലിങ്ങനെ ഇറങ്ങിപ്പോണം. ഇതാണ് അമ്പലം, എന്ത് ഭംഗിയാണ് നോക്കി ഗൈസ്. നേരത്തെ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ, ഇവിടെ ഈ ടൈല് ഓടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു നിലത്ത്. പിന്നെ അതുപോലെ തന്നെ ഇത് പണിതിട്ട്. പക്ഷേ ഒറ്റമൈനെ കണ്ടല്ലോ, എവിടെ നിന്ന് പോയി 10 തെങ്ങ് കാണാനാണ്? ഇങ്ങനെ അടിച്ചാൽ മതി എന്ന് പറയാറുണ്ടോ ഒറ്റമൈനെ കണ്ട. അപ്പോൾ നേരത്തെ ഇവിടെ ഓട് ഇതുപോലത്തെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, ഓടും ഈ ഒരു ഇത് പണിതിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക, കാടൊക്കെ പിടിച്ചിട്ട് നല്ല രസമായിരുന്നു. ഭയങ്കര ഈ ഒരു 2 മൈനുണ്ട് കേട്ടോ, ഭയങ്കര ഒരു പണ്ടത്തെ ആ ഒരു അമ്പലമൊക്കെ ഇല്ലേ, നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഓരോ അമ്പലങ്ങളൊക്കെ, അതുപോലത്തെ ഒരു വൈബായിരുന്നു. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അവർ ഇപ്പം ഇതുപോലെ ഈ സംഭവം ആനക്കൊട്ടിലോ എന്തോ അതൊക്കെ കെട്ടി സെറ്റപ്പായി. പക്ഷെ എന്നാലും ഒരു പഴയ ഒരു ഇതെന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബായിരുന്നു കേട്ടോ. അമ്പലത്തിൽ മണി അടിച്ചിട്ടുണ്ട്, ഇതുണ്ട്. പിന്നെ ഈ ഏരിയയിൽ ഇവിടെ ആയിട്ട് വലിയൊരു മരം നിൽപ്പുണ്ട്, നല്ല അടിപൊളി ഒരു മരം ഉണ്ടായിരുന്നു. അതിൽ ഇലയൊന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ കമ്പ് ഇങ്ങനെ പോകുന്നതാണ്. അത് വെട്ടിക്കളഞ്ഞു, വലിയൊരു മരമായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രെയിമായിരുന്നു അവിടെ, പക്ഷെ അത് കളഞ്ഞവർ. ഈ ഒരു അമ്പലം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു അമ്പലമാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരുമിച്ചല്ലല്ലോ ഇരിക്കുന്നത്, വേറെ വേറെ സ്ഥലത്താണ്. അപ്പോൾ അത് സുബ്രഹ്മണ്യനല്ല, നരസിംഹത്തിൻ്റെയാണ്. അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആ ഒരു മരത്തിൻ്റെ തറയായിരുന്നു കേട്ടോ, ആ മരം മുറിച്ചു, ഇപ്പോൾ തറ മാത്രമേ അവിടെ ഉള്ളൂ. ഇതുണ്ടോ,
ഇതാണ് അതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ഓരോ തൊഴുതിട്ട് ഇത് എടുത്തെടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. അതായത് പിന്നെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുകൂടെ വരണ്ടേ. അപ്പം നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ വീഡിയോ എടുത്ത് പോവുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. ഇവിടെ കണ്ടോ, നമ്മളിത് നല്ല ഭംഗിയാന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടി. അവിടെ കുറേ ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെയാണ് വരുന്നത്. കാരണം ഇവിടെ അടിപൊളി ഫ്രെയിമാണ്. അപ്പം അല്ല, ഇവിടെ ഡാൻസ് എന്നല്ല, ഇവിടെ എന്ത് ഫോട്ടോ എടുക്കണമെങ്കിലോ ഡാൻസ് എടുക്കണമെങ്കിലോ എല്ലാത്തിനും ഞങ്ങൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും എപ്പോഴും ഒരു ബുദ്ധിമുട്ട് ഈ ചെളിയാണ്. എൻ്റെ ബാക്കിൽ ഇത് കണ്ടോ, ആ ഒരു കാണുന്ന ഏരിയ കണ്ടോ, ഇതിലേ പോയാൽ ഒരു പാറയുണ്ട്. അപ്പോൾ ആ പാറ കയറി നിന്നാൽ ആ ഏരിയ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പോൾ അവിടെ പോകണം, ഞാൻ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പം അമ്മ വന്നുകൊണ്ട് എന്നെ വിടുമെന്ന് അറിയത്തില്ല, അമ്മ കൂടെ വരുമെന്ന് അറിയത്തില്ല. നമുക്ക് ചോദിച്ചു നോക്കാം. സമ്മതിക്കുകയാണെങ്കിൽ കുറച്ച് കാടുണ്ട്, അത് ഇച്ചിരി റിസ്ക് ആണ് അവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നട അടച്ചാണോ തുറന്നാണോ എന്ന് എനിക്കറിയത്തില്ല. മുന്നേ ബെല്ലടിച്ചായിരുന്നു. അപ്പോൾ എനിക്കിനി അവിടെയും കൂടെ തൊഴാം. അവിടുത്തെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കഞ്ഞിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും ഉണ്ട്. അതായത് ഇപ്പം ചിലയിടത്തൊക്കെ എന്താ പറയുന്നത്, ഞായറാഴ്ച മാത്രം ഫുഡ് അങ്ങനെയൊക്കെ ഇല്ല ചില അമ്പലത്തിലൊക്കെ. പക്ഷെ ഇവിടെ എല്ലാ ദിവസവും രാവിലെ പ്രാതൽ ഭക്ഷണമുണ്ട്. അപ്പോൾ കഞ്ഞിയും പയറും അച്ചാറൊക്കെ ആയിരിക്കും. പിന്നെ കഞ്ഞിയും പയറും അച്ചാറും ആയിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. എനിക്കാണെങ്കിൽ രാവിലേക്ക് ചോറുണ്ണുകയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇറങ്ങത്തില്ല. അതാണ് എനിക്ക് എന്തെങ്കിലും അല്ലാതെ ലേറ്റായിട്ടൊക്കെ എന്തെങ്കിലും കഴിക്കണം. കഞ്ഞി ഇത്ര ഹെവി ആയിട്ടൊന്നും രാവിലെ എന്നെക്കൊണ്ട് പറ്റില്ല. നമ്മൾ പാറമടയിലോട്ട് അല്ല, പാറമടയല്ല, മീൻസ് പാറയിലോട്ട് പോവാണ്. വഴി നമ്മൾ തന്നെ വെട്ടിപ്പോകണം. അതാണ് അവസാനം തന്നെ. ഇത് ഇവിടെയാണ് കേട്ടോ നമ്മൾ പൊങ്കാല ഇടുന്നത്. ഏത് മാസമാണ് പൊങ്കാല ഇടുന്നത്? മേടപ്പത്തിന് നമ്മളിവിടെ വന്നിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഉണ്ടോ മൊത്തം. അപ്പോഴും ഈ കാടൊക്കെ ചിലപ്പോൾ കാണും. നമ്മളെന്ത് ചെയ്യും, അതിൻ്റെ മണ്ടയിൽ നിന്ന് പൊങ്കാലിടും. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ ഈ പുല്ലൊക്കെ അവിടെ കിടന്ന് കരിയും. പക്ഷേ തീ പിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഒരു മണിക്കൂറേലും തീ പിടിക്കാൻ പരിശ്രമിച്ചാൽ മാത്രമേ തീ പിടിക്കത്തുള്ളൂ. അമ്മ ഇവിടെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളാണ് ഇവിടെ, ഞാനും അച്ഛനും ഒക്കെ വരുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരുന്നത്. ഗൈസ്, ഇതാണ് ആ വഴി. നോക്കാം, നമുക്ക് ഈ കമ്പെടുത്തോണ്ട് പോവാം. ഇവിടുത്തെ ചേച്ചിമാരങ്ങാണ്ടെടുത്തിട്ട കമ്പാണ്. ഒരെണ്ണം നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് എടുക്കാം. നല്ല രസമാണ്. അതാണ് ഇപ്പം ഇങ്ങോട്ട് വഴിയൊന്നും ഇല്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതുവഴി നേരത്തെയും വഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് വീടുകളുണ്ട്, അവർ നടന്നു. അല്ലാതെ ഇതുവഴി വഴിയില്ല. പക്ഷേ ഈ വഴി ഉണ്ടാക്കി നമ്മൾ പോകണം. സ്വന്തമായിട്ട് വഴി വെട്ടി നമ്മൾ പോകണം. ഉണ്ടോ, ഒരു നൈസായിട്ടൊരു വഴിയുണ്ട്, ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, താഴെ താമസിക്കുന്നവർ നടക്കുന്ന വഴിയാണ് ചെറുതായിട്ട് കാണുന്നത്. പക്ഷേ വഴിയുണ്ട്. ആ സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ കപ്പാട് ഭാഗമാണ്. കപ്പാടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത് തമ്പലക്കാടാണ്. കണ്ടോ, വഴിയുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ നേരത്തെ വന്നത് കാണുമായിരുന്നു. ഒട്ടും വഴിയില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും വഴിയില്ല. അന്ന് ഞങ്ങൾ എന്തിനു വന്നാ, എൻ്റെ ഒരു കസിനെ കൂട്ടി ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നാ, ഞാനും അച്ഛനും ചേട്ടനും കൂടെയൊക്കെ. അന്ന് കണ്ടോ നല്ല പാമ്പ്, വലിയ പഴുതാരയൊക്കെ കാണും. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുന്നു.
കണ്ടോ, ഇതാണ് ആ സ്ഥലം. അത് തന്നെ. ഇത്ര അടുത്തായിരുന്നു ഗൈസ്. അത് കണ്ടോ, നമ്മുടെ അമ്പലം കണ്ടോ? നമ്മൾ ഈ വഴിയാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇത് കണ്ടോ, നല്ല രസം. ആ കാണുന്നതൊക്കെ കപ്പാട് ഭാഗമാണെന്ന് തോന്നുന്നു. ഈരാറ്റുപേട്ട പോകുന്ന വഴിയാണ്. പക്ഷെ നേരത്തെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ തെളിഞ്ഞാ കിടന്നേ. ഇത് കണ്ടോ, നേരത്തെ അത് വലിയൊരു പാറയാണ് അവിടെ. അപ്പോൾ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ തെളിഞ്ഞ് തന്നെ കിടക്കുമായിരുന്നു. ഇതുപോലെ കാടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് വന്ന ടൈമിൽ വലിയൊരു പാറയാണേ. ഞാൻ നോക്കട്ടെ, ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ ഈ കാടൊന്നും ഇല്ല, ഭയങ്കരമായിട്ട് തെളിഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ നമുക്ക് ഇച്ചിരി കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. ഇപ്പോൾ ഈ താഴത്തെ വഴിയാണെങ്കിലും കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. പിന്നെ ഇവിടെ എങ്ങാണ്ടൊരു കുളമുണ്ടേ, അത് മൂടിപ്പോയെന്ന് തോന്നുന്നു. അല്ലല്ല, ഞാൻ ആ കുളം ഒന്ന് കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കുളമല്ല, മീൻസ് പാറയുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ തെളിച്ചിട്ടാ അടിപൊളിയാ. ഇതിലേ ഇറങ്ങിച്ചെന്നാൽ നമുക്ക് നേരെ റോഡിലോട്ടെത്താം. ഇതിലേ ഇറങ്ങിച്ചെന്നാൽ മണ്ടയ്ക്കോട്ട് നിന്നിട്ട് ആറാണ്ടടയൊക്കെ വീട്ടിൽ പട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടു. പട്ടി എനിക്ക് പണ്ടേ പേടിയാ, റിസ്ക് എടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവിടെ നമുക്ക് പോയേക്കാം. 4 പട്ടി ഉണ്ടെന്ന്. അങ്ങനെ ഇവിടെയും വന്ന് കണ്ടു. ഇത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. കപ്പാട് പള്ളി. ഇത്രയും ക്ലാരിറ്റി നല്ല രീതിയിലില്ല. ഇതാണ് കപ്പാട് പള്ളി ആയിരിക്കും. ഇതാണ് ഒരമ്പലം. ഇത് വേറെ ഒരെണ്ണം, ഇത് വേറെ ഒരെണ്ണം. അപ്പം നമ്മൾ എടുത്തുകൊണ്ട് വന്ന കമ്പ് തിരിച്ചു കൊണ്ടിട്ടേക്കാം. അവിടെ മാത്രമേ കുറച്ച് പുല്ലുള്ളൂ. ബാക്കി വഴി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം തെളിഞ്ഞാണ്. അന്ന് വന്ന് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, താഴെ കുറച്ച് താമസക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അമ്പലത്തിൽ വരാൻ വെറും 2 മിനിറ്റ് മതി. അപ്പോൾ അവരല്ലെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു നമ്മൾ കുളം കണ്ടില്ല, കുളത്തിൻ്റെ താഴെ കുറച്ച് വീടുണ്ട്. അതുവഴി അവരിറങ്ങിയിട്ട് റോഡുണ്ട്, ആ റോഡിൽ കൂടെ ചെന്ന് വളച്ചു ചുറ്റി വരണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നേരെ അമ്പലത്തിലേക്കാണ്, 2 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഈ വഴി വന്നിട്ടാണ് ഇവിടെ തെളിഞ്ഞു കിടക്കുന്നത്. നേരത്തെ എനിക്ക് തോന്നുന്നു അവർ വളച്ചു ചുറ്റിയാണ് വന്നുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. അയ്യോ, ഒരു സാധനം നിൽക്കുന്നുണ്ടോ എവിടെയോ. ഇനിയാണ് നടക്കാനുണ്ട് വീട്ടിലോട്ട്. കുറച്ച് മടുപ്പാ. ഈ കുടിച്ച കഞ്ഞി അവിടെ ചെല്ലുമ്പോൾ ദഹിക്കും. അമ്മാതിരി നടത്തമുണ്ട്. ഗൈസ്, ഇത് കണ്ടോ, ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞ് കിടന്നിരുന്നാണ്. ഈ പുല്ലൊന്നും ഇല്ലായിരുന്നു. തെളിഞ്ഞ് കിടന്ന ഞങ്ങൾ ഇവിടെ നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരൻ ക്യാമറയൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ അവിടെ ആ തറയിലിരുന്ന് ഫോട്ടോ എടുക്കുവേ. അപ്പം താഴെ താമസിക്കുന്ന ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, തറ കയറിയിരിക്കരുത്, അത് ഇക്ഷിത്തറയാ, പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ പാടില്ലെന്ന്, ദോഷമാണ്, നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളപ്പോഴേ ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ ആ തറയിലിരുന്നിട്ടില്ല, ആണുങ്ങൾക്കിരിക്കാം, പെണ്ണുങ്ങൾക്കിരിക്കുന്ന ദോഷമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പാറയൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ ഒരു പുല്ല് കണ്ടോ, ഈ ഒരു പുല്ലാണ് ഇവിടെ ഫുള്ള് വരുന്നത്. ഈ മരം കണ്ടോ, ഈ മരം തന്നെ അത്യാവശ്യം നല്ല ബ്യൂട്ടിയല്ലേ. പക്ഷെ അവിടെ ഒരു മരം നിപ്പുണ്ടായിരുന്നു കറക്റ്റ് ഈ ഒരു അമ്പലത്തിൻ്റെ മണ്ടയ്ക്കായിട്ട്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാവോ, ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് ഉണങ്ങുമ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വരാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇത് കടയിലോട്ട് വന്നിട്ടുണ്ട്.
ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര ദാഹം. നമ്മൾ അമ്പലത്തിൽ നിന്ന് കഞ്ഞി കുടിച്ചു. അവിടെ വെള്ളം അങ്ങനെ ഇല്ല കേട്ടോ. കഞ്ഞിയുടെ കൂടെ വെള്ളം ഉള്ളതുകൊണ്ട് അവർ എക്സ്ട്രാ വെള്ളം തരത്തില്ല. പക്ഷെ നമുക്ക് വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. അപ്പോൾ ഞാനിതിപ്പം കടയിൽ വന്നിട്ട് ഒരു ലെമൺ സോഡ മേടിച്ചു കേട്ടോ. ഇത് കുപ്പിക്കകത്തുള്ളതുകൊണ്ട്. പക്ഷെ കുപ്പിക്കകത്തുള്ളതെന്നൊക്കെ പറയുമ്പോൾ പണ്ട് അതാണല്ലോ നമുക്ക് കിട്ടിക്കൊണ്ടത്. ഇപ്പോഴല്ലേ ഭയങ്കര അപ്ഡേറ്റ് ആയിപ്പോയത്. ഇതിന് 10 രൂപയുള്ളൂ, അതിന് 15 രൂപയാണ്. പക്ഷേ എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടം. എന്നാലും അതിനെന്ന് പറയുമ്പം ഒരു നൊസ്റ്റാൾജിയാണ് ആ ഒരു ലെമൺ സോഡ. പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ തുരുമ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ കുറേ വീഡിയോസിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കാണും, അതൊക്കെ നിറയ്ക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൃത്തിയില്ലാതെ ചുമ്മാ. പിന്നെ എല്ലാവരും കുടിച്ചതാണ് ഇത് സംഭവം. അവർ കുപ്പി കഴുകും, എന്നാലും വലിയൊരു ഇത് നമുക്ക് തോന്നിക്കത്തില്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ വൃത്തിയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അമ്പലത്തിലെല്ലാം പോയിട്ട് ഇപ്പോൾ ഇതേ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് കടയിൽ കയറി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഇപ്പോൾ നടന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്നുമില്ല. അപ്പോൾ നടയൊക്കെ അടച്ചു. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ